Okay, so ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ വിവോൻ്റെ ലേറ്റസ്റ്റ് ഫോണായ Vivo Y33s എന്ന ഈ ഒരു ഫോണാണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഒരുപാട് പേര് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാറുണ്ട് ഓഫ്ലൈൻ ബേസ്ഡ് ഫോൺസ് അൺബോക്സ് ചെയ്യണമെന്നൊക്കെ. കാരണം നമ്മളിൽ മെജോറിറ്റി ആളുകളും ഫോൺസ് വാങ്ങുന്നത് ഓഫ്ലൈൻ ഷോപ്പിലൂടെയാണ്. ഞാൻ വിചാരിച്ചു നമുക്ക് വിവോൻ്റെ Y33sൻ്റെ അൺബോക്സിങ് പിന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സും പ്രൈസും ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇന്നത്തെ വീഡിയോയിലൊക്കെ. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് എന്ന യൂട്യൂബ് ചാനലാണ്. ഞാൻ അടുത്ത വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. സോ ഇതാണ് വിവോൻ്റെ ലേറ്റസ്റ്റ് ഫോണായ Vivo Y33sൻ്റെ പാക്കേജിങ്. നമുക്ക് ഈ ഒരു ഫോൺ പെട്ടെന്ന് അൺബോക്സ് ചെയ്യാം. സോ ഇതാണ് മെയിൻ ബോക്സ് കണ്ടൻറ്റ്. ഓബ്വിയസ്ലി ഫോണുണ്ട്, അതിനോടൊപ്പം തന്നെ 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ, ടൈപ്പ് സി ചാർജിങ് കേബിൾ, സർപ്രൈസിംഗ്ലി 3.5mm ജാക്കുള്ള ഇയർഫോൺസ് കൊടുത്തിട്ടുണ്ട്, ഡോക്യുമെൻറ്റേഷൻ ആൻഡ് വാറൻറ്റി കാർഡ്, സിലിക്കോൺ TPU കേസ് ആൻഡ് സിം ഇജക്ടർ പിൻ. സോ ഇതാണ് വിവോൻ്റെ Y33s എന്ന ഫോൺ. ബാക്കിൽ നല്ലൊരു ഗ്ലോസി അല്ല മാറ്റ് ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റിൽ ഷൈനി മാറ്റ് ഫിനിഷ് ആണ്. കളറൊക്കെ ചേഞ്ച് ആവുന്നുണ്ട്. ഇതിൻ്റെ പേര് എക്സാക്ട്ലി മിഡ് ഡേ ഡ്രീം ആണ് ഈ ഒരു കളർ വേരിയൻറ്റിൻ്റെ പേര്. നല്ലൊരു കളർ വേരിയൻ്റ് ആണ്, നല്ല ഷൈനി സ്റ്റൈലിഷ് ലുക്കാണ്. നോർമലി വിവോൻ്റെ ഫോൺസിൻ്റെ ലുക്കിൽ പ്രോബ്ലം ഒന്നും വരത്തില്ല, നല്ല സ്റ്റൈലിഷ് ലുക്ക് തന്നെയാണ് അവർ തരുന്നത്. ഫോണിൻ്റെ ഇൻഹാൻഡ് ഫീൽ നല്ലതാണ്. നോർമലി ഫോൺസിൽ പ്ലാസ്റ്റിക്കിൻ്റെ ബാക്ക് വരുമ്പം ഒരു ചീപ്പ് ലുക്ക് അല്ലെങ്കിൽ ഒരു വില കുറഞ്ഞ ലുക്ക് വരാറുണ്ട്. പക്ഷേ ഇവിടെ ആ ഒരു ഫീൽ കിട്ടുന്നില്ല. പ്ലാസ്റ്റിക്കിൻ്റെ ബാക്ക് ഉണ്ടായിട്ടും പ്ലാസ്റ്റിക്കിൻ്റെ ബാക്കും ഫ്രെയിം ഉണ്ടായിട്ടും നല്ലൊരു ഫീൽ തന്നെയാണ് കിട്ടുന്നത്. നല്ലൊരു പ്രീമിയം ഫീൽ എന്ന് പറയാൻ പറ്റും. കയ്യിലൊക്കെ ഹോൾഡ് ചെയ്യുമ്പോൾ നല്ല സോളിഡ് സ്റ്റേഡി ഫീൽ കിട്ടുന്നുണ്ട്. 5000 mAh ഒരു വലിയ ബാറ്ററി ഉണ്ടായിട്ടും ഫോൺ അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് ആണ്. 185 gram ആണ്. സോ തീർച്ചയായിട്ടും കയ്യിൽ ആ ഒരു ലൈറ്റ്നെസ് ഫീൽ ആവുന്നുണ്ട്. തിന്നാണ്, സ്ലിം ആണ്, 8mm ഉള്ളൂ തിക്നെസ്. ഈ ബാക്ക് ഡിസൈനിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഒരു ഫീഡ്ബാക്കും താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഫോണിൻ്റെ ടോപ്പിലാണ് സിം ട്രേ, റൈറ്റ് സൈഡിലാണ് വോളിയം റോക്കർ ആൻഡ് പവർ ബട്ടൺ വിത്ത് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ. ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ്ലി പ്ലെയിൻ ആണ്. ഫോണിൻ്റെ ബോട്ടം സൈഡിൽ ബോട്ടം ഫയറിംഗ് സ്പീക്കേഴ്സ്, USB Type-C പോർട്ട്, മൈക്ക് ആൻഡ് ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട്. ഫോണിൽ 6.6 ഇഞ്ചിൻ്റെ ഒരു IPS LCD ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. നോർമൽ 60 Hz റിഫ്രഷ് റേറ്റ് ആണ് വരുന്നത്. പ്രൊട്ടക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല, അതിനെക്കുറിച്ച് കമ്പനി ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇതിൻ്റെ മുകളിൽ പ്രീ അപ്ലൈഡ് സ്ക്രീൻ പ്രൊട്ടക്ടർ വരുന്നുണ്ട്. സോ ആ പോയിന്റ് ഓഫ് വ്യൂന്ന് പ്രൊട്ടക്ഷൻ ഉണ്ട്, പക്ഷേ ഗ്ലാസിൽ പ്രൊട്ടക്ഷൻ ഉണ്ടോ എന്നറിയില്ല. ഓക്കെ, ഡിസ്പ്ലേൻ്റെ ബ്രൈറ്റ്നസ് ഓക്കെ ആണ്. സ്പെഷ്യലി ഇൻഡോർ യൂസിന് വേണ്ടിയാണെങ്കിൽ ഓക്കെ ആണ്. പക്ഷേ ഔട്ട്ഡോറും വെയിലത്തൊക്കെ പോകുമ്പോൾ കുറച്ചും കൂടി ബ്രൈറ്റ്നസ് വേണം, എന്നാലേ ക്ലിയർലി കാണാൻ പറ്റുള്ളൂ. മേളിൽ ഡ്യൂ ഡ്രോപ്പ് നോച്ച് ആണ് കൊടുത്തിരിക്കുന്നത്. അത് കുറച്ചും കൂടി ഒരു പഴഞ്ചൻ സ്റ്റൈലാണ്. ഇപ്പം പുതിയതെല്ലാം പഞ്ച് ഹോൾ വരുന്നുണ്ട്. ബോട്ടം ബെസൽസും അത്യാവശ്യമുണ്ട്. ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ ഫുൾ HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ആ പോയിന്റ് ഓഫ് വ്യൂ നോ ഇഷ്യൂസ്. ഫോണിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴും നല്ല കളേഴ്സും നല്ല അത്യാവശ്യം ക്ലാരിറ്റിയൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ ഈ ഒരു പാനൽ യൂസ് ചെയ്തിരിക്കുന്ന LCD പാനൽ ലേശം ഒരു ഡീസൻറ്റ് ആവറേജ് ക്വാളിറ്റി പാനലാണ്. കാരണം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ടിൽറ്റ് ചെയ്യുമ്പം ചെറിയ രീതിയിൽ ഡാർക്കനിങ് നടക്കുന്നുണ്ട്, ആ ഒരു ബ്രൈറ്റ്നസ് കുറയുന്നുണ്ട്. നിങ്ങൾ ആമസോൺ പ്രൈം അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സ് പോലത്തെ വെബ്സൈറ്റുകളിൽ വീഡിയോസ് കാണുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നോ ഇഷ്യൂസ്. കാരണം ഇതിൽ വൈഡ് L1 സർട്ടിഫിക്കേഷൻ കിട്ടുന്നുണ്ട്. സോ ഈ രണ്ട് വെബ്സൈറ്റിലും നിങ്ങൾക്ക് ഫുൾ HD 1080p കണ്ടന്റ് കാണാൻ കഴിയും. Y33s സിംഗിൾ റാം സ്റ്റോറേജ് വേരിയൻറ്റിലാണ് വരുന്നത്. 8 GB റാം ഉണ്ട്, 128 GB ആണ് സ്റ്റോറേജ്. eMMC 5.1 സ്റ്റോറേജ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ LPDDR4X റാം വരുന്നുണ്ട്. ആ ഒരു റാം എക്സ്റ്റൻഷൻ ഫീച്ചർ ഇവിടെയും വരുന്നുണ്ട്, അതായത് 8+4. സോ 8 GB ഫിസിക്കൽ റാം പ്ലസ് 4 GB വെർച്വൽ റാമും കിട്ടുന്നുണ്ട്. സോ ടോട്ടൽ ഓഫ് 12 GB റാം വരുന്നുണ്ട്. 2+1 എക്സ്പാൻഡബിൾ സിം സ്ലോട്ടും വരുന്നുണ്ട്, അതായത് 2 സിം ഒരു SD കാർഡ് ഒരുമിച്ച് യൂസ് ചെയ്യാൻ കഴിയും. മീഡിയ ടെക്കിൻ്റെ ഹീലിയോ G80 ചിപ്സെറ്റ് ആണ് വരുന്നത്. ഇതൊരു ഒക്ടാ കോർ 12nm ചിപ്സെറ്റ് ആണ്. 2.0 GHz ആണ് ടോപ്പ് ക്ലോക്ക് സ്പീഡും. ഈ ഹീലിയോ G80 ചിപ്സെറ്റ് നോർമലി വരുന്നത് ബഡ്ജറ്റ് കാറ്റഗറിയിലുള്ള ഫോൺസിലാണ്. ഓക്കെ, അതായത് 10,000 12,000 വില വരുന്ന ഫോൺസിലാണ് ഈ G80 ചിപ്സെറ്റ് വരുന്നത്. സോ ആ ഒരു ലെവലിലുള്ള ഒരു പെർഫോമൻസ് പ്രതീക്ഷിച്ചാൽ മതി. അതായത് ഹൈ പെർഫോമൻസ് അല്ലെങ്കിൽ ഹൈ ഗെയിമിംഗ് ആക്ടിവിറ്റീസ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആ ലെവലിലുള്ള പെർഫോമൻസ് പ്രതീക്ഷിച്ചാൽ മതി. സ്പെഷ്യലി BGMA ഒക്കെ സ്മൂത്ത് അൾട്ര കിട്ടുന്നുണ്ടെങ്കിലും ഒരു 10,000 പ്രൈസ് വരുന്ന ഫോണിൻ്റെ പെർഫോമൻസേ കിട്ടുന്നുള്ളൂ. നോർമൽ പെർഫോമൻസിൽ ഇഷ്യൂ ഒന്നുമില്ല. സോ സോഫ്റ്റ്വെയർ ഓപ്റ്റിമൈസേഷൻ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെ സ്റ്റട്ടേഴ്സ് ഒക്കെ വളരെ കുറവാണ്. സോ നോർമൽ പെർഫോമൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂന്ന് ഇഷ്യൂ ഒന്നുമില്ല. വാട്സാപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, കോളിംഗ്, മെസ്സേജിങ് അതൊക്കെ നല്ല രീതിയിൽ വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ വർക്ക് ആവുന്നുണ്ട്. സോ ആ പോയിന്റ് ഓഫ് വ്യൂന്ന് ഇഷ്യൂ ഒന്നുമില്ല. പക്ഷേ ഹൈ ലെവൽ ഹൈ റേഞ്ച് സംഭവങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാൻ നോക്കിയാൽ
ആ ഒരു ബഡ്ജറ്റ് ലെവൽ പെർഫോമൻസ് കിട്ടുകയുള്ളൂ. ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ്രോയിഡിൻ്റെ ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് 11 വരുന്നുണ്ട് വിത്ത് ഫൺ ടച്ച് OS. സോ വിവോൻ്റെ UI ആണ് ഫൺ ടച്ച് OS. മിക്ക എല്ലാ കമ്പനികളും മിഡ് റേഞ്ച് ഫോൺസിൽ ബ്ലോട്ട്വെയർസ് തരാറുണ്ട്. ഇവിടെയും വരുന്നുണ്ട്. കുറേ ബ്ലോട്ട്വെയർസ് ഉണ്ട്, എടുത്ത് കളയാം. പിന്നെ ഈ ഹോട്ട് ഗെയിംസും ഹോട്ട് ആപ്സ് പോലത്തെ ആപ്ലിക്കേഷൻ ഉണ്ട്, അതായത് ആപ്പ് റെക്കമെൻഡ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ഉണ്ട്, അത് അൺഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയില്ല. സോ അത് ഡിസേബിൾ ആക്കി വെക്കുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. ഇതിൽ 50 മെഗാ പിക്സലിൻ്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. 50 മെഗാ പിക്സലിൻ്റെ പ്രൈമറി സെൻസർ പ്ലസ് 2+2 മാക്രോ ആൻഡ് 2 ഡെപ്ത്. ഈ ഒരു പ്രൈസ് കാറ്റഗറിയിൽ അൾട്രാവൈഡ് മസ്റ്റ് ആയിരുന്നു, അൾട്രാവൈഡ് കൊടുക്കേണ്ടതായിരുന്നു. അൾട്രാവൈഡ് കൊടുത്തിട്ടില്ല. അറ്റ്ലീസ്റ്റ് 8 മെഗാ പിക്സലിൻ്റെ അൾട്രാവൈഡെങ്കിലും കൊടുക്കേണ്ടതായിരുന്നു. എനിവേ യൂസ്ഫുള്ളായി എനിക്ക് തോന്നിയത് ഒരൊറ്റ ക്യാമറ മാത്രമാണ്, 50 മെഗാ പിക്സലിൻ്റെ ക്യാമറ. നല്ല ഫോട്ടോസ് വരുന്നുണ്ട്, അങ്ങനെ വലിയ ഇഷ്യൂ ഒന്നും വരാൻ പോകുന്നില്ല, നല്ല ഫോട്ടോസാണ്. പക്ഷേ ഹ്യൂമൻ സബ്ജക്റ്റൊക്കെ വരുമ്പോൾ, അതും HDR കയറി വരുമ്പോഴൊക്കെ ഫേസൊക്കെ നല്ല രീതിയിൽ വെളുപ്പിക്കുന്നുണ്ട്. ഭയങ്കര ഒരു സ്മൂത്തനിങ് നടക്കുന്നുണ്ട്, മേക്കപ്പ് ഒക്കെ ഇട്ട രീതിയിലുള്ള ഒരു ഫേസാണ് വരുന്നത്. നോർമൽ സീനറിയുടെ ഫോട്ടോ ഒക്കെ എടുക്കുമ്പം നല്ല രീതിയിൽ വരുന്നുണ്ട്. നല്ല കളേഴ്സാണ്, പച്ചപ്പും പിന്നെ സ്കൈ കളറൊക്കെ നല്ല രീതിയിൽ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. ഈവൻ ഹ്യൂമൻ സബ്ജക്റ്റും ഓക്കെ ആണ്. ആ ഒരു HDR നിങ്ങൾ ഓഫ് ചെയ്ത് വെച്ചാൽ ഹ്യൂമൻ സബ്ജക്റ്റും ഓക്കെ ആയ രീതിയിൽ വരുന്നുണ്ട്. ഞാൻ ഈ ഫോണിൻ്റെ ഫോട്ടോ ആൻഡ് വീഡിയോ സാമ്പിൾസ് ഷെയർ ചെയ്യുന്നുണ്ട്, കണ്ടു നോക്കുക. വീഡിയോ റെസൊല്യൂഷൻ മാക്സിമം 1080p at 30 FPS ആണ്. അത്യാവശ്യം ഡീസൻറ്റ് ഓക്കെ വീഡിയോസാണ് വരുന്നത്. എക്സ്പോഷറൊക്കെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഫോക്കസ് ഹണ്ടിങ് ഇഷ്യൂ ഒന്നുമില്ല. സോ ഫോക്കസിങ് ആൻഡ് എക്സ്പോഷർ ഹാൻഡ്ലിംഗ് ഒക്കെ നല്ലതാണ്. ആ പോയിന്റ് ഓഫ് വ്യൂ ദർ ഇസ് നോ ഇഷ്യൂ. സെൽഫി ക്യാമറ പെർഫോമൻസ് നല്ലതാണ്. നമ്മൾ റിയർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നിയത് സെൽഫി ക്യാമറ പെർഫോമൻസ് ആണ്. എസ്പെഷ്യലി സ്കിൻ ടോണൊക്കെ നല്ല രീതിയിൽ വരുന്നുണ്ട്. ഈവൻ ആർട്ടിഫിഷ്യൽ ലൈറ്റിലും നല്ല പെർഫോമൻസ് തരുന്നുണ്ട് ഇതിൻ്റെ സെൽഫി ക്യാമറ. സെൽഫി വീഡിയോ അതേ രീതിയിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. സോ റിയർ ക്യാമറേനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയത് സെൽഫി ക്യാമറ പെർഫോമൻസ് ആണ്. സോ ഇതാണ് ഈ ഫോണിൻ്റെ സെൽഫി ക്യാമറ വീഡിയോ പെർഫോമൻസ്. സെൽഫി വീഡിയോ നല്ല രീതിയിൽ തന്നെ വരുന്നുണ്ട്, അങ്ങനെ ഇഷ്യൂ ഒന്നുമില്ല. ഫേസ് ഒക്കെ ക്ലിയർ ആണ്, നല്ല ബ്രൈറ്റ്നെസ്സും എക്സ്പോഷറും ഷാഡോ ഒക്കെ നല്ല രീതിയിൽ തന്നെ മാനേജ് ചെയ്യുന്നുണ്ട്. നമുക്ക് ബാക്ക് ലൈറ്റ് ഇട്ട് നോക്കാം. ബാക്ക് ലൈറ്റ് ഉണ്ടെങ്കിലും സെൽഫി വളരെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, സെൽഫി വീഡിയോ. സോ ഐ എം റിയലി ഇംപ്രസ്ഡ്. ഈ ഫോണിൽ 5000 mAh ഒരു വലിയ ബാറ്ററി കൊടുത്തിട്ടുണ്ട്. കൂടെ 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ ബോക്സിൽ വരുന്നുണ്ട്. 18 വാട്ട് എന്ന് പറയുമ്പോൾ ഇപ്പം ഫാസ്റ്റ് അല്ല, നോർമലായിട്ട് കരുതാം. സ്റ്റിൽ 18 വാട്ടിൻ്റെ ചാർജറാണ് ബോക്സിൽ വരുന്നത്. ഹെഡ്ഫോൺ ജാക്കിൻ്റെ സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ സിംഗിൾ ബോട്ടം ഫയറിംഗ് സ്പീക്കേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. Y33s സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് വരുന്നത്. പിന്നെ ഫേസ് അൺലോക്കിൻ്റെ ഫീച്ചർ ഉണ്ട്. രണ്ടും വളരെ സ്മൂത്ത് ആണ്, നല്ല ഫാസ്റ്റ് രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. കാരിയർ ആഗ്രിഗേഷൻ വരുന്നില്ല. ഡ്യുവൽ 4G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വൈഫൈ കോളിങ്ങിൻ്റെ ഫീച്ചർ ഉണ്ട്. FM റേഡിയോൻ്റെ ഓപ്ഷൻ തരുന്നുണ്ട്. ഡ്യുവൽ ബാൻഡ് വൈഫൈ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. SAR വാല്യൂ ഈസ് അണ്ടർ ലിമിറ്റ്. വിവോൻ്റെ ഈ Y33s പ്രൈസ് നമ്മൾ മാറ്റി വെക്കുകയാണെങ്കിൽ, ഞാൻ പ്രൈസിലേക്ക് വരാം, പക്ഷേ പ്രൈസ് നമ്മൾ മാറ്റി വെക്കുകയാണെങ്കിൽ നല്ല ഫോണാണ്, അങ്ങനെ വലിയ ഇഷ്യൂ ഒന്നുമില്ല, നല്ല രീതിയിൽ വർക്കാവുന്നുണ്ട്. ഒരു നോർമൽ യൂസറിന് വേണ്ടി, അതായത് എല്ലാവരും ഗെയിമിംഗ് അല്ലല്ലോ നോക്കുന്നത്. സോ നോർമൽ യൂസറിന് വേണ്ടി കുറച്ച് സ്റ്റൈലിഷ് ഫോണൊക്കെ വേണമെങ്കിൽ ഇറ്റ്സ് ഓക്കെ. പക്ഷേ പ്രൈസ് നമ്മൾ കൺസിഡർ ചെയ്യാൻ തുടങ്ങുമ്പം അവിടെയാണ് ഇഷ്യൂ വരുന്നത്. കാരണം ഇതിൻ്റെ പ്രൈസ് 18,000 രൂപയാണ്, 17,990 ആണ്. നമ്മൾ ഓഫ്ലൈൻ മാർക്കറ്റ് നോക്കിയാലും ഓൺലൈൻ മാർക്കറ്റ് നോക്കിയാലും ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ ഇതിനേക്കാളും വളരെ വളരെ ബെറ്റർ ഫോൺസ് വരുന്നുണ്ട്. ഈവൻ വിവോൻ്റെ തന്നെ ഫോൺസ് ഉണ്ട്. നമ്മൾ അൺബോക്സ് ചെയ്തൊരു ഫോൺ ഉണ്ടായിരുന്നു, Vivo Y33. ഇതിനേക്കാളും മച്ച് ബെറ്റർ ഫോണാണ്, വിവോൻ്റെ ഫോൺ തന്നെയാണ്. അതിൻ്റെ പ്രൈസ് 20,000 ആണ്. അതും ഒരു ഓഫ്ലൈൻ സെൻട്രിക് ഫോണാണ്. പക്ഷേ സ്റ്റിൽ ഇതിനേക്കാളും ബെറ്റർ ഫീച്ചേഴ്സ് ആ ഫോണിൽ വരുന്നുണ്ട്. നിങ്ങൾ മറ്റ് ബ്രാൻഡ്സൊക്കെ നോക്കുകയാണെങ്കിൽ ഇതിനേക്കാളും മച്ച് ബെറ്റർ പ്രൈസ് ടു പെർഫോമൻസ് റേഷ്യോ കിട്ടുന്നുണ്ട്, പല ഫോൺസിനും കിട്ടുന്നുണ്ട്. അത് ഓഫ്ലൈൻ ആണെങ്കിലും ഓൺലൈൻ ആണെങ്കിലും കിട്ടുന്നുണ്ട്. സോ ഇതിൻ്റെ പ്രൈസും കുറച്ചും കൂടി കുറയ്ക്കാമായിരുന്നു വിവോന്. പ്രൈസ് അത്യാവശ്യം കൂടുതലാണ്. ഞാൻ പറഞ്ഞതുപോലെ ഫോൺ നല്ലതാണ്, പക്ഷേ ഒരു ബഡ്ജറ്റ് ലെവൽ 10,000 12,000 മാക്സിമം 12,000 റുപ്പീസിൻ്റെ ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ ആ ഒരു ലെവലുള്ള ഒരു ഫീച്ചർ മാത്രമേ കിട്ടുന്നുള്ളൂ. ഈ ഫോണിൻ്റെ കൂടെ ചില ഓഫേഴ്സൊക്കെ വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ HDFC ICICI ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്യുമ്പോൾ 1,500 രൂപയുടെ ഡിസ്കൗണ്ട് ഒക്കെ കിട്ടുന്നുണ്ട്. സോ ഡിസ്കൗണ്ടൊക്കെ ഉണ്ട്. എന്നാലും കുറച്ചും കൂടി ഒരു ബെറ്റർ പ്രൈസിങ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു. ഈ ഫോൺ വാങ്ങണോ വേണ്ടയോ അതൊക്കെ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ ഒരിക്കലും പറയാൻ പോകുന്നില്ല വാങ്ങരുത്, കാരണം ഫോണിൽ അങ്ങനെ ഇഷ്യൂ ഒന്നുമില്ല, ഫോൺ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഫോണിൽ കാര്യമായ സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ ഇഷ്യൂ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞത്, പക്ഷേ അങ്ങനെ കാര്യമായ ഇഷ്യൂ ഒന്നുമില്ല. പക്ഷേ നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്കുള്ള ഒരു സംഭവം കിട്ടുന്നില്ല, വാല്യൂ കിട്ടുന്നില്ല. സോ ബാക്കി ഈ ഒരു ഫോണിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഒരു അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഈ വീഡിയോയിൽ ഇത്ര മാത്രം. അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണുന്നവരെ, ദിസ് ഈസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.